ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആ മയിൽപ്പീലിയായിരിക്കും. ഒരു പക്ഷേ ഏറെ പേർക്കും അങ്ങനെ തന്നെയാണ്. ആ മയിൽപ്പീലിയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ, അത് മുട്ടിലിഴഞ്ഞ് നടക്കുന്ന കണ്ണനായാലും അതെ, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനായാലും അതെ, നമ്മുടെ മനസ്സിലെപ്പോഴും ഭഗവാന്റെ നെറുകിൽ ആ മയിൽപ്പീലിയും കയ്യിൽ ഓടക്കുഴലും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കൃഷ്ണൻ. ആ അവതാരത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ അവതാരത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരയ്ക്കും ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഭഗവാന്റെ ജീവിതം കടന്നു പോകുന്നത്. ഒരുപാട് അവസ്ഥകളിലൂടെയാണ് ഭഗവാന്റെ ജീവിതം കടന്നു പോകുന്നത്. ഒരുപാട് സങ്കീർണതകളിലൂടെയാണ് ഭഗവാന്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോഴെല്ലാം ഏതൊരവസ്ഥയിലും തന്നെ ഭഗവാന്റെ നെറുകയിൽ ആ മയിൽപ്പീലി കാണാം, ഭഗവാന്റെ കയ്യിൽ ആ പൊന്നോടക്കുഴൽ കാണാം. അപ്പോൾ അത്രമാത്രം അഭേദ്യമായ ബന്ധമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ആ മയിൽപ്പീലിയും തമ്മിലുള്ളത്. അത്രമാത്രം ഭഗവാന് ആ മയിൽപ്പീലി പ്രിയപ്പെട്ടതായതെങ്ങനെ എന്ന് ഒരുപാട് കഥകളിലൂടെ നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. എന്തു തന്നെയായാലും ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കഥ കേൾക്കുന്നതും ആ കഥ പറയുന്നതും ആ കഥ സ്മരിക്കുന്നതും തന്നെ ആ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങളെ പ്രദാനം ചെയ്യുമെന്നാണ് അനുഭവം. എനിക്കും അനുഭവമുണ്ട്. ഈ കഥ ആരോടെങ്കിലും പറയുകയോ ഈ കഥ സ്മരിക്കുകയോ ചെയ്തിട്ട് ഹരേ കൃഷ്ണ എന്നൊരല്പനേരം മനസ്സിലോർത്താൽ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരനുഭവം ഉണ്ടാവും. ഇന്ന് ഞാനീ പറയുന്ന കഥ കേട്ടിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ അനുഭവം താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ സന്തോഷം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. അതിങ്ങനെയാണ്. രാമായണത്തിൽ ശ്രീരാമൻ്റെ വനവാസകാലത്ത് ശ്രീരാമദേവനും കൂട്ടരും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഏറെ വരൾച്ച നിറഞ്ഞ ഒരു കാടായിരുന്നു അത്. എവിടെയും ജലസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോൾ അവർ ആഗ്രഹിച്ചു എവിടെയെങ്കിലും ഒരു ജലസ്രോതസ്സിൻ്റെ അടയാളം കണ്ടെങ്കിലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് മുന്നിലേക്ക് ഒരു മയിൽ പീലി നിറച്ച് വിടർത്തി ആടി വരുന്നത്. അത് കണ്ടപ്പോൾ ഭഗവാൻ ഏറെ സന്തോഷം തോന്നി. ആ മയിൽ ഭഗവാനെ നോക്കി നിന്ന് കുറച്ചു നേരം പീലി വിടർത്തി ആടുകയും പിന്നെ കുറച്ചു നേരം മുന്നോട്ട് നടക്കും, പിന്നെ ഇടയ്ക്ക് ഭഗവാൻ ഇങ്ങനെ നോക്കും. അപ്പം ഭഗവാന് മനസ്സിൽ തോന്നി എന്തോ എന്നോട് പറയാനുണ്ട്. അങ്ങനെ കരുതി ഭഗവാനും ആ മയിലിനെ പിന്തുടരാൻ തുടങ്ങി. മയിൽ ഭഗവാന് മുൻപിൽ ഒരു വഴികാട്ടിയെ പോലെ പറക്കാൻ തുടങ്ങി. പറക്കുന്നതിനിടയിൽ അതിൻ്റെ പീലിയും ചിറകുകളുമെല്ലാം മുള്ളുകളിൽ തട്ടി കുഴിഞ്ഞുകൊണ്ടിരുന്നു. ഉണങ്ങി വരേണ്ട കാടായതിനാൽ ചുള്ളിക്കമ്പുകളിലും ഒക്കെ തട്ടി ഏറെ ആ മയിലിൻ്റെ പീലി ഇങ്ങനെ കുഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഭഗവാൻ ആ പീലി പോയ വഴിയെ നടന്ന് ഒടുവിൽ ഒരു തടാകക്കരയിലെത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആ വഴിയിലാകെ പീലി വീണ് കിടക്കുകയാണ്. പക്ഷേ ആ തടാകക്കരയിൽ ആ മയിൽ അതിൻ്റെ ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. ഭഗവാന് വളരെ വിഷമം തോന്നി. എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ആ മയിൽ തന്നെ വഴി കാട്ടിയതെന്ന് ഭഗവാൻ ഓർത്തു. ആ തടാകത്തിന് മുന്നിൽ നിന്ന് ഭഗവാൻ വാക്കുകൊടുത്തു, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അടുത്ത അവതാരത്തിൽ
നീ ഇന്ന് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ജീവന് പകരമായി നിന്റെ ഓർമ്മയ്ക്കായി ഞാനിത് മറക്കാതിരിക്കുന്നതിനായി ഈ മയിൽപ്പീലി ഞാൻ എൻ്റെ ശിരസിൽ ചൂടും. ആ വാക്ക് ഭഗവാൻ തൻ്റെ കൃഷ്ണാവതാര കാലത്ത് പാലിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ മയിൽപ്പീലിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് വേണ്ടി മറ്റൊരാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയും ചെറുതായി കാണരുത്. അതിനോട് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കണം. അതിനോട് നമ്മളെപ്പോഴും കടപ്പാടുള്ളവരായിരിക്കണം. ഇത് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ സ്മരിക്കുന്നതിലൂടെ, ഈ കഥ നാളെ നിങ്ങൾ മറ്റൊരാൾക്ക് പങ്കുവെക്കുന്നതിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ. ഹരേ കൃഷ്ണ. രാധേ രാധേ. രാധേ ശ്യാം.